ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാമറ ഫോൺ ആകുന്ന ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്ന റിയൽമി 13 Pro Plus. കഴിഞ്ഞ വർഷം റിയൽമി 12 Pro Plus ആയിരുന്നു ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ. ഇപ്പോൾ 13 Pro Plus വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് റിയൽമി ഇതേവരെ വെളിയിൽ വിട്ടിട്ടില്ല. ഏകദേശം നമ്മുടെ 12 Pro Plus-ന്റെ ഒക്കെ ഏകദേശം ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 13 Pro Plus നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അത് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറയാണ്. സോണി ഡ്യുവൽ OIS AI ക്യാമറയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് പെരിസ്കോപ്പിക് ക്യാമറ കൂടി ഇതിനകത്തുണ്ട്, അതും സോണിയുടെ തന്നെ. ഈ ഒരു ഫോൺ എൻ്റെ ഈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കിയ കാര്യം ഇതിന്റെ ക്യാമറയാണ്. S23-ഉം S24-ഉം ഒക്കെ ആയിട്ട് വരെ ഞാൻ ക്യാമറ നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഔട്ടാണ് ഇതിന്റെ ക്യാമറയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ക്യാമറ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽമി 13 Pro Plus. ഒരുപാടങ്ങ് വലിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പോവാം. എപ്പോഴത്തെയും പോലെ തന്നെ മഞ്ഞ കവറിലാണ് ഈ പ്രാവശ്യവും റിയൽമി 13 Pro Plus വന്നിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു കേസ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ബാക്ക് കേസ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ് റിയൽമി 13 Pro Plus-ൻ്റെ കൂടെ വരുന്നത്. പിന്നെ അത് കൂടാണ്ട് സിം ഇജക്ടർ ടൂൾ, ഇത് ഇത്രയുമാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ, അത് നമുക്ക് മാറ്റി വയ്ക്കാം, ലാസ്റ്റ് ടൈമിലേക്ക് വരാം. പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ചാർജർ. പല ബ്രാൻഡുകളും ചാർജർ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. റിയൽമി ഇപ്പോഴും നമുക്ക് ചാർജർ തരുന്നുണ്ട്. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് 80 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജറാണ്. ചാർജിങ് കേബിളും അതിൻ്റെ അഡാപ്റ്ററുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണല്ലോ, 120 ഹെർട്സിന്റെ വിഷൻ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സൈഡ് പാനൽ എപ്പോഴും മെറ്റൽ തന്നെയാണ്, നല്ലൊരു ക്വാളിറ്റി വൈസ് മെറ്റൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ അതും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ബാക്ക് പാനലിലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാമറ മൊഡ്യൂൾ ഇതേപോലെ റൗണ്ട് ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. 3 ക്യാമറയാണ് ഇതിനകത്തുള്ളത്, കൂടാതെ ഒരു ഫ്ലാഷും. ഹെഡ്ഫോൺ ജാക്ക് ഇതിലില്ല. അതിൽ നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്ത് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പീക്കർ ആണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു കിട്ടിലെ ഇൻഹാൻസ് ഫീലൊക്കെയാണ് സാധനം കൈപ്പിടിയും കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ക്യാമറയാണ്. എൻ്റെ പൊന്നു വിഷയ സാധനമാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ക്യാമറ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഇതിന്റെ പ്രൊസസ്സറിലേക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പഴയ 12 Pro Plus-ൽ കൊടുത്ത അതേ പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ല എന്ന് പറയുന്നില്ല. PUBG ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. 120 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ PUBGയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ 3x ഒരു ഒപ്റ്റിക്കൽ സൂമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ലോങ്ങിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ AI കട്ടില്ലാണ്ട് നല്ല ഷാർപ്പായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിലൊരു മെയിൻ കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് അധികം കാണാത്തൊരു ഫീച്ചറാണ് ഈ AI കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ 32 MB സെൽഫി ക്യാമറയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്ന 32 MB ക്യാമറയിൽ 4K 30 FPS വരെ വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ശരിക്കും വളരെ ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. മിക്ക ഫോണുകളിലും കൊടുക്കാത്തൊരു കാര്യമാണ് 4K 30 FPS. ഇതിൽ നമുക്ക് 4K 30 FPS ഭയങ്കര കിടിലൻ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിലാണെങ്കിലും ഈ സെയിം ഫീച്ചർ തന്നെ 4K 30 FPS തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും എനിക്ക് ഇപ്പം പല ഫോണുകളിലാണെങ്കിലും 4K 60 FPS വരെ പല ഫോണുകളിലും കൊടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് 4K 30 കൊടുക്കുന്നത് അറിയില്ല, പക്ഷേ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇതിന്റെ ബാറ്ററി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5200 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന 80 വാട്ട്സിന്റെ ചാർജറാണ് ഇതിന്റെ കൂടെ ഉള്ളത്. പിന്നെ നെറ്റ്വർക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ 9 5G ബാൻഡുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഫോൺ മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീലാണ്. പിന്നെ നിങ്ങളൊരു നല്ലൊരു ക്യാമറ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഫോൺ. ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. പക്ഷേ നല്ലൊരു പെർഫോമൻസ് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് കറക്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ക്യാമറ ഓക്കെയാണ്, പക്ക. പിന്നെ സോണിയുടെ സെൻസർ ആയതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യമൊന്നും പറയണ്ട. ഞാൻ ഏകദേശം S23-ഉം S24 ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യമല്ല, അതിന് എന്താ പറയുക, അതിനോടൊക്കെ ഒരേപോലെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ല ക്യാമറ ഫോൺ എടുക്കാൻ ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഫോൺ. ഞാൻ സ്ട്രിക്ട്ലി പ്രിഫർ ചെയ്യുന്ന ഒരു ഫോണാണ്. കാരണം ഞാനിത് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിയിൽ ക്യാമറ ഫോൺസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിന്റെ ക്യാമറ പെർഫോമൻസ്. നമ്മുടെ ഈ 13 Pro Plus എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആലപ്പുഴയിലാണ് താമസമെങ്കിൽ ഡെഫിനറ്റ്ലി സെല്ലുലാർ വെള്ളമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവിടെ ആയിരിക്കും ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവർ പുറത്തു വിട്ടിട്ടില്ല. ഏകദേശം ഒരു 40,000 താഴത്തായിരിക്കും, 35,000 രൂപയ്ക്ക് താഴത്തായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
ജൂലൈ 30 ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് റിവ്യൂസും ഇതും S24 ഒക്കെ ആയിട്ടുള്ള കമ്പാരിസണും അങ്ങനെ എല്ലാം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ഫോളോ PB Hacks.